പണിമുടക്കുകളെ കടന്നാക്രമിക്കുകയും പണിമുടക്ക് വികസനത്തിനെതിരാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തുകൊണ്ടേയിരുന്നിട്ടുണ്ട്. അവരിൽ ചില ആളുകൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ യൂറോപ്പിൽ നിന്നുള്ള സഞ്ചാരികളോട് ചില അസൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുത്ത മറുപടി ഈ പണിമുടക്കുകളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ മുതലാളിമാർക്കുള്ള ഒരു നല്ല പാഠമായിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലും പണിമുടക്കുകളുണ്ട്, അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം പണിമുടക്കുകൾ ഇല്ലാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ അസാധ്യമാണ് എന്നവർ പറയുന്നു. നമ്മുടെ നാട്ടിലെ സ്വതന്ത്ര ബുദ്ധിജീവികൾ, രാഷ്ട്രീയ മേഖലകളിലെ വല്ലാതെ ആക്ഷേപിക്കുന്ന ആളുകൾ പലപ്പോഴും കണക്കുകൾ അവതരിപ്പിക്കാറുണ്ട്. ഈ വിദേശികൾ പറഞ്ഞത്, ദൈനംദിന ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന പെട്രോളിനും ഡീസലിനുമൊക്കെ വില വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാക്കുന്ന അസൗകര്യത്തെക്കാൾ ഒരു ദിവസം തെരുവിൽ അന്തി ഉറങ്ങേണ്ടി വന്നാലും അതൊരു വിഷയമായി ഞങ്ങൾ കരുതുന്നില്ല എന്നാണ്. ഇത്തരം പണിമുടക്കുകൾ ഉണ്ടാക്കുന്ന നഷ്ടങ്ങളെ പറ്റി വലിയ തരത്തിൽ ആമുഖ പ്രസംഗങ്ങൾ നടത്തുന്ന, എഡിറ്റോറിയലുകൾ എഴുതുന്ന മാധ്യമങ്ങളുണ്ട്. നമുക്കറിയാം, ബുദ്ധിജീവികൾ ഈ പണിമുടക്കുകളെ തള്ളി പറയുമ്പോൾ ഈ പണിമുടക്കുകളെ ആക്ഷേപിക്കാൻ ബ്രിട്ടീഷുകാരുടെ കാലത്തും ഇന്ത്യയിൽ ആൾക്കാരുണ്ടായിരുന്നു, നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ഗാന്ധിജിയെ അനാർക്കിസ്റ്റ് എന്ന് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർ വിശേഷിപ്പിച്ചത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരിക്കുന്ന ആളുകൾ അവരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെ തിരുത്തുവാൻ ജനങ്ങൾ കൂട്ടായി നടത്തിയിട്ടുള്ള വിലപേശലുകൾ, സമ്മർദ്ദങ്ങൾ, അതുവഴിയാണ് നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് തിരുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് ചരിത്രം മുന്നോട്ട് പോയിട്ടുള്ളത്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് തന്നെ അമേരിക്കയുമായി ചേർന്നുള്ള ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്ന ഈ പറയുന്ന വ്യാപാര കരാറിലെ ഒരു വിഷയം മാത്രം പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് ബോധ്യപ്പെടും. ക്രൂഡ് ഓയിൽ വില കുറച്ച് ഇറക്കുമതി ചെയ്യാൻ റഷ്യയിൽ നിന്ന് അവസരം കിട്ടിയതിലൂടെയാണ് അതിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ ജനങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും ഒന്ന് ഇന്ത്യൻ രൂപയിൽ തന്നെ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യക്ക് അവസരമുണ്ടായത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെ ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്താൻ നമ്മളെ സഹായിച്ചിരുന്നു. മറ്റൊന്ന്, ക്രൂഡ് ഓയിലിന്റെ വിലയിലുള്ള മാറ്റം വലിയൊരു പ്രശ്നമായി രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നില്ല. നോക്കൂ, ഇപ്പോ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്ന് തിട്ടൂരമിറക്കിയിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട രാജ്യം. എന്നിട്ട് അവർ പറയുന്ന വെനിസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വില തീരുമാനിക്കുന്ന ഈ രാജ്യമായിരിക്കും. അത് നമ്മുടെ സാധാരണക്കാരെ പ്രതികൂലമായി ബാധിക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട്, വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ നിലനിർത്താനൊക്കെ നടത്തുന്ന ഇത്തരം സമരങ്ങൾ രാജ്യത്തിന്റെ യഥാർത്ഥത്തിൽ വലിയ തരത്തിലുള്ള വികസനത്തിന് പാത ഒരുക്കും എന്നുള്ള യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ടാണ് പണിമുടക്കുകൾ രാജ്യത്തിന് ശാപമാണ് എന്ന് പറയുമ്പോൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണിമുടക്കുകൾ നടക്കുന്ന ഫ്രാൻസും ഇറ്റലിയും പോലുള്ള രാജ്യങ്ങൾ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ കുതിച്ചിട്ടുള്ള രാജ്യങ്ങളാണെന്ന് ഈ കൂട്ടർ മറന്നുപോകുന്നത്.